ഓ ഗായ്സ് അവിടെ സീനാണ് ഗായ്സ്. അമ്മമ്മേ മാറിക്കോ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും വണക്കം നമസ്കാരം ഗായ്സ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അതെ, മധുവങ്കിൽ പാടി അതിമനോഹരമായ ഒരു ഗാനമാണ് ഞാൻ ഇപ്പോൾ പാടിയത്. അപ്പം ഈ പാട്ട് പാടിയപ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്. അതെ, നമ്മൾ പോകാൻ പോകുന്നത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ്. ലെറ്റ്സ് ഗോ ടു കൊട്ടാരക്കര ഗായ്സ്. അപ്പോൾ നമ്മൾ അഞ്ചലിൽ നിന്നും ഏറം വഴിയാണ് കൊട്ടാരക്കരയ്ക്ക് പോകുന്നത്. ഏറം വഴി പോകുമ്പോൾ നമുക്ക് തടിക്കാട്ടിൽ നിന്ന് നേരെയുള്ള വഴിയാണ്. നേരെ പോകുമ്പോൾ വാളകം മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമുക്ക് നേരെ ഹൈവേയിൽ ചെന്നിറങ്ങാൻ പറ്റും. അപ്പോൾ ഇതിപ്പം മലമേലേക്ക് പോകുന്ന റോഡൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല പവർ വീഡിയോ എടുക്കണമെന്നാണ് ഗായ്സ് വിചാരിച്ചത്, പക്ഷേ മറന്നുപോയി ഗായ്സ്. ഒരു സ്കൂട്ടി മാമൻ ഫ്രണ്ടിൽ കൂടെ പോകുന്നു ഗായ്സ്. നമ്മൾ അജ്ഞാതമായ ഒരു വനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് വനമല്ല ഗായ്സ്, അതാണ് റബ്ബറിൻ തോട്ടം. ഗായ്സ്, അതിമനോഹരമായ ഒരു വീട്. അമ്മമ്മേ മാറിക്കോ. ഗായ്സ്, അത് വീടല്ലായിരുന്നു, സ്കൂളായിരുന്നു ഗായ്സ്. ഗായ്സ്, നമ്മൾ ഫൈനലി കൊട്ടാരക്കര എത്തിയിരിക്കുന്നു ഗായ്സ്. നല്ല മനോഹരമായ കാഴ്ച ഗായ്സ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ കാണാം ഗായ്സ്. ഹായ് നിറയെ മത്സ്യങ്ങളുണ്ട് ഗായ്സ്. കുഞ്ഞു മത്സ്യങ്ങളും വലിയ മത്സ്യങ്ങളും എല്ലാം ഉണ്ട് ഗായ്സ്. അതിമനോഹരമാണ് ഗായ്സ്. സമയം ഇപ്പോൾ 3 മണി ആയതേ ഉള്ളൂ. ഇപ്പം അമ്പലം തുറന്നിട്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് റീൽസൊക്കെ എടുക്കാം ഗായ്സ്. ഇതാണ് ഞാൻ എടുത്ത ഒരു റീല്. കാരണം നല്ല സ്പീഡിൽ ഓടുകയാണ് ഗായ്സ്. ഞാൻ ഇവിടെ നിന്ന് റീൽസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വ്യക്തി, ഒരു സെക്യൂരിറ്റിയെ കണ്ടു ഗായ്സ്. ഒരു വീടിൻ്റെ സെക്യൂരിറ്റിയാണ് ആ മതിലിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നത് ഗായ്സ്. അവിടെ എന്തോ സീനാണ് ഗായ്സ്, നമുക്ക് നോക്കാം ഗായ്സ്. അവിടെ രണ്ടുപേരും എന്തോ വിഷയമാണ് ഗായ്സ്. എന്തോ വണ്ടിയുടെ പേരിൽ എന്തോ തർക്കവും കണ്ടാണ്. അപ്പോൾ പോലീസൊക്കെ വന്നിട്ടുണ്ട് ഗായ്സ്. എന്താകുമെന്നറിയില്ല ഗായ്സ്. ഇപ്പോൾ പോലീസൊക്കെ വന്നുകൊണ്ട് ഇനിയിപ്പം വിഷയമൊക്കെ സോൾവ് ആവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിനി നേരെ അമ്പലത്തിലോട്ട് കിടക്കാം ഗായ്സ്. അവിടെ സീനായിരുന്നു, പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഗായ്സ്. പോലീസൊക്കെ വന്നു, എല്ലാം സ്ഥിതിഗതികൾ നിയന്ത്രണം വിധേയമാണ് എന്ന് പറയുന്ന പോലെ സെറ്റായിട്ടുണ്ട് ഗായ്സ്. നോക്കൂ ഗായ്സ്, കേസായെന്ന് തോന്നുന്നു ഗായ്സ്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തം ഉണ്ണിയപ്പം. ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം വാങ്ങാൻ നമുക്ക് നേരെ കൗണ്ടറിലേക്ക് പോകാം. ഉണ്ണിയപ്പം കൗണ്ടർ. ഇന്ന് നല്ല തിരക്കാണ്. ഇന്ന് ഉണ്ണിയപ്പം കൗണ്ടറിൽ നല്ല തിരക്കുണ്ടെങ്കിലും വലിയ ക്യൂ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം വാങ്ങാം ഗായ്സ്. ഇത് നല്ല രസമല്ലേ ഗായ്സ്, LED ഇങ്ങനെ എഴുതി കാണിക്കുന്നതാണ്. നല്ല രസമുണ്ട് ഗായ്സ്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ വലിയ തിരക്കില്ല ഗായ്സ്. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ കൊട്ടാരക്കര തമ്പുരാനെ നല്ലപോലെ കാണാം ഗായ്സ്. ഇതാ ഗായ്സ്, ഇവിടെ ആൾ കുറവാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാം. ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറ അലോഡല്ല ഗായ്സ്. നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ദീപാരാധനയുടെ ടൈമായിരുന്നു. അങ്ങനെ ദീപാരാധനയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം. ഇതാണ് ഗായ്സ് ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയം. ഇവിടെ ശബരിമലയിലേക്കുള്ള യാത്രയിലെ ഇടത്താവളമാണിത്. പുറത്ത് നല്ല മഴയായിരുന്നു ഗായ്സ്. വെള്ളമൊക്കെ കിടക്കുന്നു ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ളോഗുമായി കാണുന്നവരെ ടാറ്റാ ബൈ.